ഇവിടെ ക്ലിക്ക് ചെയ്യൂ. 5000 രൂപ നേടൂ. 500 രൂപയുടെ നോട്ടിൽ സ്പർശിച്ച് 5000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടൂ. ജൻധൻ യോജന പ്രകാരം ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ പ്രതിമാസം 5000 രൂപ ബോണസ് ലഭിക്കും. ഇത് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റാണ്. 500 രൂപയുടെ ചിത്രത്തിലാണ് സ്പർശിക്കാൻ പറയുന്നത്. കൂടെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. https://cashzoneoffers.shop എന്ന്. അതിൻ്റെ കൂടെ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനുമുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ജൻധൻ യോജന എന്ന പദ്ധതിയെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. നാം ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് കടക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ മുന്നോട്ട് യാത്ര എളുപ്പമല്ല. ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ മിനിമം ബാലൻസ് ആയി 1000 രൂപയോ 2000 രൂപയോ ഒക്കെ നിക്ഷേപിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അടിത്തട്ടിലെ വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇത് എളുപ്പമല്ല. 1 രൂപ പോലും ചെലവില്ലാതെ സീറോ ബാലൻസിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു ഒന്നാം മോദി സർക്കാർ. കോവിഡ് കാലത്ത് ജൻധൻ അക്കൗണ്ട് എടുത്തിട്ടുള്ള വനിതകൾക്ക് 500 രൂപ വീതം 3 മാസം സഹായം ലഭിച്ചത് ആരും മറന്നു കാണില്ലല്ലോ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കറങ്ങി നടപ്പുണ്ട്. പോസ്റ്റിൽ പറയുന്നത് പോലെ പണം ലഭിക്കുമോ എന്ന് നോക്കാം. നോക്കൂ, സർക്കാരുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ വെബ്സൈറ്റെങ്കിൽ വെബ് അഡ്രസ്സിൻ്റെ അവസാന ഭാഗത്തായി .gov എന്നുണ്ടാവും. സാധാരണയായി നമ്മൾ കാണാറുള്ളതല്ലേ. അതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. ഓക്കെ, അതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കൂ. പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ വെബ് അഡ്രസ്സ് https://pmjdy.gov.in എന്നാണ്. അപ്പോൾ അതുമായി ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലായില്ലേ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. കോവിഡ് കാലത്ത് കൊടുത്ത 1500 രൂപയല്ലാതെ മറ്റൊരു സഹായവും കേന്ദ്ര സർക്കാർ ജൻധൻ അക്കൗണ്ടിലൂടെ വിതരണം ചെയ്തിട്ടില്ല. പിന്നെ കിസാൻ സമ്മാൻ നിധി പോലുള്ള സഹായങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട് കേട്ടോ. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പണം ലഭിക്കില്ല എന്ന് മാത്രമല്ല, അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് ഈ തട്ടിപ്പിൽ വീണു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇതുപോലെ തട്ടിപ്പ് മെസ്സേജുകൾ തള്ളിക്കളയുക. മൊബൈൽ റീചാർജിൻ്റെ പേരിലും സ്കോളർഷിപ്പിൻ്റെ പേരിലുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. നന്ദി, നമസ്കാരം.